കേരളത്തിൽ 2 ടേം തുടർച്ചയായിട്ട് ഇടതുമുന്നണി ഭരിക്കുകയാണ്. ഇനി മൂന്നാമതൊരു തവണ കൂടി എത്തിച്ചേരാൻ കഴിയുമെന്ന് CPM ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. പക്ഷേ ലീഗിനോ കോൺഗ്രസിനോ ഇനി ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ തിരുവനന്തപുരം DCC പ്രസിഡന്റ് ഒരു പ്രാദേശിക നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലും പറയുന്നുണ്ട്, CPM അല്ലെങ്കിൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും, അതായത് അധികാര തുടർച്ച ഉണ്ടാകും. ഇത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പോലും ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ ഇപ്പോൾ? അല്ല, അദ്ദേഹം DCC പ്രസിഡൻ്റാണ് തിരുവനന്തപുരത്ത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചില ഗ്രൗണ്ട് റിയാലിറ്റീസ്, പ്രാദേശികമായ വിവരങ്ങളും ഒക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും. കാര്യം ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ മൊത്തത്തിലുള്ളൊരവസ്ഥയാണ്. കാരണം കോൺഗ്രസിൻ്റെ മുഖ്യമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത്, സംഘടനാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമായിട്ടും കോൺഗ്രസ് ഈ ടെലിവിഷനിലൂടെ സജീവമാണ്. പക്ഷെ പ്രാദേശികമായിട്ട് ഇത് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളായിട്ട് നിർജ്ജീവമായി കിടക്കുകയാണ് ചെയ്യുന്നത്. അതല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് പല ജയിക്കേണ്ട മണ്ഡലങ്ങളും ഈ ബൂത്ത് തലത്തിൽ പോലും പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ സജീവമാകാനോ ആളില്ലാത്തത് കാരണം നഷ്ടപ്പെട്ടു പോയതാണ്. അതല്ലെങ്കിൽ അനുകൂലമായ ഘടകങ്ങളുള്ള ഒട്ടേറെ മണ്ഡലങ്ങളുണ്ടായിരുന്നു. നല്ല സ്ഥാനാർത്ഥികളും UDF-നാണ് ഉണ്ടായിരുന്നു. കോൺഗ്രസ്, വിശേഷം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നു. ഇപ്പോഴും കോൺഗ്രസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 CPM, കോൺഗ്രസ്, BJP, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സമർത്ഥരായിട്ടുള്ളതും മിടുക്കരായിട്ടുള്ളതും ചെറുപ്പമുള്ളതുമായിട്ടുള്ള നേതാക്കന്മാരെന്ന് പറയുന്നത് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന നേതാക്കന്മാർ കോൺഗ്രസിലാണുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സംഘടന ഒരുമാതിരി എന്താ പറയുക, തല മാത്രമേ ഉള്ളൂ, ഉടല് ശോഷിച്ച് ഈ പറഞ്ഞത് വാലും കാലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുക ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രതികരണമാണ്, അതല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് പാലോട് രവിയുടെ വാക്കുകൾ നമ്മൾ കേട്ടത്. അപ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളത് രവി തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ റിയാലിറ്റീസൊക്കെ പറഞ്ഞത് എങ്ങനെ പുറത്ത് വരാൻ കഴിയും, സ്വാഭാവികമായിട്ടും ന്യായീകരിക്കേണ്ടി വരും. പിന്നെ അദ്ദേഹം ചെയ്ത പാലോട് രവിയോടുള്ള ഇപ്പോഴത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ ടെലിവിഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനമാണുള്ള പൊതുവിൽ നടക്കുന്നത്. സാധാരണ ആൾക്കാരൊക്കെ പറയുന്നത് ഇത് കൃത്രിമം കാട്ടിയതാണെന്ന് പറയും ശബ്ദത്തിനകത്ത്. എന്തായാലും പാലോട് രവിയോടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് എന്തായാലും തൻ്റെ വോയിസ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ്. നിഷേധിച്ചില്ല. അതെനിക്ക് തോന്നുന്നു ഇന്നത്തെ വർത്തമാനകാല കേരളത്തിലെ, കാരണം ഇപ്പോൾ CPM-ൻ്റെ ഒക്കെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചാണെന്നങ്ങ് പറയും. നമ്മൾ സാധാരണക്കാരൻ്റെ മനുഷ്യൻ തെറ്റിദ്ധരിക്കും, നമുക്ക് ഈ സാമാന്യ ബുദ്ധി നഷ്ടമായോ എന്ന് തോന്നിപ്പോകും ചില സന്ദർഭങ്ങളിലൊക്കെ. അപ്പോൾ അതില്ലാതെ രവി എന്തായാലും അത്രയും നല്ല ഒരു സത്പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. നിഷേധിച്ചിട്ടില്ല തൻ്റെ സ്വരം അല്ല എന്നുള്ള സാധനം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രവി പറഞ്ഞതിനകത്ത് രാഷ്ട്രീയമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിട്ട് അവരുടെ സംഘടന എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അത് എണ്ണയിട്ട യന്ത്രം പോലെ ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാലസ്തീന് അഭിവാദ്യം അർപ്പിക്കാനുള്ള പരിപാടിയെങ്കിലും ഒരു സംഘടിപ്പിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഷണറിയെ ചലിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. താഴേക്കിടയിൽ ഈ പറഞ്ഞതുപോലെ കുറേ നേതാക്കന്മാർ രംഗത്തിറങ്ങുന്നു, പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്നു, മെഴുകുതിരി ആ മെഴുകുതിരി വാങ്ങിക്കാനായിട്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്ക് മെഴുകുതിരി കാശ് കൊടുക്കാൻ കിട്ടത്തില്ലല്ലോ. അപ്പോൾ പ്രാദേശിക നേതാക്കന്മാർക്ക് അത്യാവശ്യം ഫണ്ട് പിരിവിനുള്ള സംവിധാനമായി അത് കളക്ട് ചെയ്യുന്നു, ഇത് വരുന്നു, ആൾക്കാരെ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സംഘടന ഇങ്ങനെ ചലിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് CPM അത് വളരെ വിദഗ്ധമായിട്ട് നടത്തുന്നുണ്ട് സാർ. അതിപ്പോൾ വിശേഷിച്ചും കൂടുതൽ നടത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒലിച്ചുപോക്കുണ്ടാകുമോ, BJP-യിലേക്ക് പോക്കുണ്ടാകുമോ എന്നൊക്കെയുള്ള ചില സംശയങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് CPM-ൻ്റെ അങ്ങനെയുള്ളൊരു സംഘടന ശേഷി നിലനിർത്തുകയും അതോടൊപ്പം തന്നെ BJP വളരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി ഗണേശന് CPM തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അതിനകത്ത് സംശയമില്ലാത്ത കാര്യമാണത്. അപ്പോൾ വെള്ളാപ്പള്ളി ഗണേശൻ ശരിക്കും പറഞ്ഞാൽ CPM-ൻ്റെ ഒരു മൈക്കായിട്ട് മാറുകയാണ്. തുഷാർ വെള്ളാപ്പള്ളി BJP-യിലുമാണ് അല്ലേ, BJP മുന്നണിയിലുമാണ്, BDJS എന്നത്. അപ്പോൾ ഈ BJP ഒരു ഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു, അവരുടെ വോട്ട് പെർസെൻറ്റേജ് കൂടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ആലപ്പുഴയെ പോലുള്ള മണ്ഡലങ്ങളിൽ, അതായത് VS അച്യുതാനന്ദൻ കെട്ടിപ്പടുത്ത രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസം കെട്ടിപ്പടുത്ത ആലപ്പുഴയിൽ പോലും നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് വോട്ട് ഒലിച്ചു പോകുന്നത്. ആ ഒലിച്ചു പോകുന്ന വഴി എങ്ങോട്ടാണെന്നും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഇത് വരുന്നു. അതോടൊപ്പം CPM-ൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അജണ്ട ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൂടെ അവരത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്ര ബിന്ദുവാക്കി കൊണ്ടുവരിക. അതായത് വെള്ളാപ്പള്ളി ഗണേശൻ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ
ഏതാനും വർഷം കഴിയുമ്പോൾ കേരളം ഭരിക്കും അല്ലേ? അതെ. അപ്പൊ ഇപ്പൊ കേരളം മുസ്ലിങ്ങൾ ഭരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നോയമ്പ് കാലത്തും പൊന്നാനിയിലൂടെ പോയി അല്ലെ മലപ്പുറം ജില്ലയിലൂടെ പോയി കഴിഞ്ഞാൽ പച്ചവെള്ളം കിട്ടത്തില്ല. ഈ ഒരു അവസ്ഥ കേരളം മുഴുവൻ ഇതാ വരാൻ പോകുന്നു. അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ അതിപ്പം കൃത്യമായിട്ടും പിന്നെ CPM അവരുടെ നേതൃത്വം ചെയ്യുന്നുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF സ്വീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു മുസ്ലിം ഹിന്ദു വൈകാരികത ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ തന്നെ സൂപ്പർ മുഖ്യമന്ത്രി ചമയാറുണ്ട്. ആര്? കുഞ്ഞാലിക്കുട്ടി ചമയാറുണ്ട്. മുസ്ലിം ലീഗ് സൂപ്പർ മുഖ്യമന്ത്രി ചമയാറുണ്ട്. അതുകൊണ്ട് ഭരണം UDF വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ കയ്യിലായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ഭരണം ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്നെ UDF വന്നു കഴിഞ്ഞാൽ ഭരണത്തിൻ്റെ നിയന്ത്രണം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലായിരിക്കും പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം മതരാഷ്ട്ര നിർമ്മാണമാണ്. അതിൻ്റെ വഴിയിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നറേറ്റീവ് ഇപ്പം തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അല്ല, കേരളത്തിൽ മൊത്തം BJPക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. കാലാകാലങ്ങളായിട്ട് ക്രമാനുഗതമായ വളർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. ഇതിൽ തന്നെ ഹൈന്ദവ വോട്ടുകളാണ് BJPക്ക് ഒരു ശക്തി പകരുന്നത്. ഈ ഹൈന്ദവ വോട്ടുകൾ ഒഴുകി വരുന്നത് കൂടുതലും കോൺഗ്രസിൽ നിന്നാണ്. അപ്പോൾ കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ് ആദ്യം BJPയിലെത്തിയത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു CPMനോടുള്ള വിരോധത്താൽ ഒരുപക്ഷെ അവരുടെ ന്യൂനപക്ഷ പ്രീണനം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഈഴവ വോട്ടുകൾ ധാരാളമായിട്ട് BJPയിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രമല്ലേ ശ്രമിക്കേണ്ടത്? അപ്പം CPM കൃത്യമായിട്ട് പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അത് വിജയിക്കുകയോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ കോൺഗ്രസിലെ പാലോട് രവി എന്ന് പറയുന്ന DCC പ്രസിഡന്റ് പോലും ആത്മവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് നേതാക്കൾക്കായിരിക്കും ആത്മവിശ്വാസം വരാൻ പറ്റുക? അത് വലിയൊരു പ്രശ്നമാണ്. കാരണം അത് നേതൃത്വം അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഇപ്പം പിന്നെ VD സതീശൻ അവരുടെ ആ ഒരു ടീമുണ്ട്. ഇപ്പം ആ ഒരു ടീം കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു ടീം വന്നിട്ട് നല്ല പ്രവർത്തനമാണ്. ഇപ്പൊ പാലക്കാട്ടും ഇവിടെ ചെയ്തു. പക്ഷെ അതേപോലെ ഒരു ടീമിനെ സംസ്ഥാന തലത്തിൽ സജ്ജമാക്കുമ്പോഴാണ് ഒരു സംഘടന ശക്തമാകുന്നത്. അല്ലാതെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവിടെ പോയി നേതാക്കന്മാരെല്ലാം കൂടെ തമ്പടിച്ച് കിടന്ന് ശാസ്ത്രീയമായിട്ട് വളരെ പ്ലാൻഡായിട്ട് വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്ന പോലെ സംസ്ഥാനം മുഴുവൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ശക്തി ഈ ടീമിൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും നിലമ്പൂരിലും കണ്ട ആ ഒരു ടീമിനെ അതിനെ വികസിപ്പിച്ച് സംസ്ഥാന തലത്തിലേക്ക് ആക്കിയെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അത് വളരെ കറക്റ്റാണ്. അതാണ് ഒരു എക്സാക്ട് ഒരവസ്ഥയാണ് പാലോട് രവി സൗണ്ട് ചെയ്തിരിക്കുന്ന സാധനം. പിന്നെ ഈ BJPയിലേക്കുള്ള ഒഴുക്കെന്ന് പറയുന്നത് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ കോൺഗ്രസ്സിന് അധികം പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കോൺഗ്രസിൽ നിന്ന് പോകാനുള്ള ഒരു നല്ല ശതമാനം പോയി കഴിഞ്ഞു. ഇപ്പോൾ ഈ BJPയുടെ 20% വോട്ടിൻ്റെ ശതമാനം എന്ന് പറയുന്നത് അതിനകത്ത് ഈ 20%-നകത്ത് ഒരു ഭൂരിഭാഗവും അതല്ലെങ്കിൽ എന്താ പറയുക ഒരു 17-18% പോലും 19% പോലും ഈ കോൺഗ്രസിൽ നിന്ന് വന്ന അംഗങ്ങളാണ്. അപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള ആ ഒരു കുത്തൊഴുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ചില പ്രതീക്ഷകൾ നിൽക്കുകയാണ്. അതേ സമയത്ത് വേണോ വേണ്ടയോ അതല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ചെയ്യുന്നത് നല്ലതാണ്, ഇപ്പം മോഡിയെ സ്തുതിക്കുകയും കോൺഗ്രസ് നിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇപ്പോഴും കോൺഗ്രസ്സിലുണ്ട്. പക്ഷേ CPMൽ നിന്ന് ഈ ഒഴുക്ക് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആ ഒഴുക്ക് ആരംഭിച്ചതിൻ്റെ ലക്ഷണമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ട സാധനം. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ CPM നേരിടുന്ന കടന്നു പോകുന്ന ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ CPM അണികളിൽ ഈ പലരും ഈ പറഞ്ഞ പോലെ പണ്ട് നഷ്ടപ്പെടാനായിട്ട് കൈവിലങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കൈവിലങ്ങല്ല, കൈ കിടക്കുന്ന സ്വർണ്ണ ചെയിൻ നഷ്ടപ്പെടുകയും CPMന്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കുള്ളൊരു മാറ്റമുണ്ട്. ആ ഒരു മാറ്റത്തിന് ഇതുവരെ CPMന് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ പഴയ ചട്ടക്കൂടുകളിലും മറ്റേ കടുംപിടുത്തത്തിലും ഒക്കെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കാലത്തിനനുസരിച്ചിട്ട് CPMന് മാറാനും കഴിയുന്നില്ല. അപ്പോൾ ആ പഴയ കാലത്തിൽ നിന്നുകൊണ്ട് പഴയ CPM രീതിയിൽ നിന്നുകൊണ്ട് പരമാവധി കമ്മ്യൂണിസ്റ്റ് വിരോധം, ഞങ്ങൾക്കെതിരെ പറയുന്നുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധികൾ, ഇങ്ങനെ ഡിഫൻസ്, പ്രതിരോധം, ആക്രമണം, ഇതിൽ പിടിച്ചു നിൽക്കാമെന്നാണ് ഇത് വിചാരിക്കുന്നത്. പക്ഷെ അവർക്ക് ആ ഒരു രീതി മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിനകത്തൊരു പുതിയൊരു നല്ല നേതാവിനെ പോലും നമുക്ക് എടുത്തു പറയാനില്ല. ഇപ്പോൾ കോൺഗ്രസിൽ ഇഷ്ടംപോലെ നല്ല പുതിയ നേതാക്കന്മാർ വന്നിട്ടുണ്ട്. പക്ഷെ CPMനകത്ത് ഒരു നേതാവിനെ പോലും നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല. അല്ല, അതിപ്പോൾ ഈ കോൺഗ്രസിലെ പഴയതുപോലെ കടിച്ചു തൂങ്ങിക്കിടക്കൽ പാരമ്പര്യം CPMനകത്തുണ്ട്. കാരണം പുതിയ തലമുറയ്ക്ക് അങ്ങോട്ട് വരാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. പഴയ തലമുറ ഇങ്ങനെ അതിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ പിണറായി വിജയൻ ഇപ്പം മുഖ്യമന്ത്രി ആയതിനു ശേഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പോലും മന്ത്രിസഭയിലില്ല. അപ്പോൾ പിണറായിയുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങൾ കയറാൻ നിൽക്കുകയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ലേ ബാക്കിയുള്ള നേതാക്കൾ കാണുന്നത്? അതെ, അത് തന്നെയാണ്. അപ്പോൾ അവരുടെയൊക്കെ അതാ പറഞ്ഞാൽ CPMന്റെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് മാറിപ്പോയി.
അത് വളർച്ചയില്ലാതെ മുരടിച്ച് ചത്ത് ജീർണിച്ചൊരു പാർട്ടിയാണ്. അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കലാശാല സമരത്തിൻ്റെ സമയത്ത് ശിവപ്രസാദ് ആ യുവാവിന് നല്ല ഊർജ്ജവും എനർജിയൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ആ യുവാവ് സംസാരിക്കുന്ന ഭാഷയും പ്രയോഗവും രീതികളും എല്ലാം 80 വയസ്സ് കഴിഞ്ഞ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം സംസാരിക്കുന്ന അതേ ഭാഷയും എല്ലാമാണ്. അതായത് 20 വയസ്സ് കഴിഞ്ഞാൽ CPM-നകത്ത് ഒരു വ്യക്തി വളരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥ CPM-നകത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വെച്ചുപോലും അവർക്ക് അതിനെ ചലിപ്പിച്ചുകൊണ്ട് പോകാനുള്ള ശേഷി നേതൃത്വത്തിനുണ്ട്. അവിടെയാണ് ഈ കോൺഗ്രസ് ഇപ്പം പാലൂർ പറഞ്ഞ അതൊരു കോൺഗ്രസ് നേരിടുന്ന യഥാർത്ഥ വിഷയമാണ് ഈ പാലൂർ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് KPCC പ്രസിഡന്റ് വിളിച്ച് ചോദിക്കാനായിട്ട് പോകുന്നുണ്ട്. ചോദിക്കട്ടെ, വരട്ടെ, നമുക്ക് വീണ്ടും ചർച്ച. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.